വിശ്വാസത്തിൽ എന്നും ജീവിക്കും ഞാൻ. എന്നെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. ക്രിസ്തു യേശു എൻ കൂടെയുള്ളപ്പോൾ ഭയമില്ലെനിക്കൊട്ടും ഈ പാതയിൽ. നമ്മുടെ കർത്താവ് തൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ, അതിനെക്കുറിച്ചുള്ള തൻ്റെ പ്രഭാഷണങ്ങൾ തുടങ്ങിയത് നേരിട്ട് വിശ്വാസം പറഞ്ഞുകൊണ്ടല്ലായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുമ്പോൾ കർത്താവ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്, അല്ലെങ്കിൽ കർത്താവ് സംസാരിച്ചു തുടങ്ങുന്നത്, സുവിശേഷകന്മാർ അത് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ആദ്യം കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമായിരുന്നു, കർത്താവിൻ്റെ ഉപദേശങ്ങളായിരുന്നു. അതിൽ കർത്താവ് തുടങ്ങുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ബ്ലെസ്സഡ് ആയിരിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ആത്മാവിൽ ദരിദ്രരാണോ നിങ്ങൾ ബ്ലെസ്സഡ് ആണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്നാണ് കർത്താവ് ആദ്യം പറയുന്നത്. പിന്നെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇതെല്ലാം കർത്താവ് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഉപ്പാണ്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്. ഈ ന്യായപ്രമാണം ഫോളോ ചെയ്യുന്ന ആൾക്കാരോടാണ് കർത്താവ് ഇത് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ട് കൊല ചെയ്യരുതെന്ന്, അല്ലെങ്കിൽ കൊലപാതകം ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സഹോദരനോട് ദേഷ്യപ്പെടുക പോലും അരുത്, അല്ലെങ്കിൽ സഹോദരനോട് ദേഷ്യം വെച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ കർത്താവ് പറയുകയാണ്, സഹോദരനെ നിസ്സാര എന്ന് വിളിക്കരുത്, നിസ്സാര എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മാത്രമല്ല, നിങ്ങൾ ന്യായവിധി സഭയുടെ മുമ്പിൽ അതിന് കണക്ക് പറയേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ നീണ്ട ഉപദേശ സംഹിത കർത്താവ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സഹോദരനോട് കോപിക്കരുത്, സഹോദരനോട് നിസ്സാര എന്ന് പറയരുത്, ഒരു നാഴിക നിങ്ങളോട് നടക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 2 നാഴിക നടക്കണം. പിന്നെ നിങ്ങൾ ദാനം ചെയ്യണം, നിങ്ങൾ ഭിക്ഷ കൊടുക്കണം. നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ ഇടം കൈ ചെയ്യുന്ന വലം കൈ അറിയരുത്. എന്നാൽ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ ലോകം അറിയണം. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവർക്ക് നിങ്ങളൊരു ഉപകാരിയായി മാറണം. ഇങ്ങനെ ഒരു വലിയ സാരോപദേശമാണ് കർത്താവ് ആദ്യം പറയുന്നത്. അതായത് നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, ആരോടും പകയുണ്ടാകരുത്, ആരോടും കോപം വെച്ചുകൊണ്ടിരിക്കരുത്, ആരോടും വൈരാഗ്യമായി ഇരിക്കരുത്, ആരെയും നിസാരവൽക്കരിക്കരുത്, നമ്മൾ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ച് സംസാരിക്കരുത്, മറ്റുള്ളവർക്ക് വേദന ഉളവാകുന്ന രീതിയിൽ ചിലപ്പോൾ അവരുടെ കുറ്റമായിരിക്കാം പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ പ്രായമുള്ള എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളോട് ഞാൻ സംസാരിച്ചു. ഏകദേശം 90-95 വയസ്സിന് മേളിലുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. ഞാൻ പറഞ്ഞു, എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം ഒക്കെ പറയുന്നത്? നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും ദൈവം നൽകിയ ഈ ആയുസ്സും ആരോഗ്യത്തിലൊക്കെ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, ഇല്ല, ഞാനുള്ള കാര്യം ഞാൻ പറയും. ഈ പറയുന്നത് എന്തുമാത്രമാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതെന്നറിയാമോ? എന്തുമാത്രമാണ് അവരുടെ ജീവിതത്തെ തകർക്കുന്നതെന്നറിയാമോ? കർത്താവ് പറയുക, ഇങ്ങനെയുള്ളവരുടെ വിശ്വാസം ഒരു ഗുണവുമില്ല. വളരെ സമ്പന്നമായി ജീവിച്ച ഒരാൻറ്റി ആയിരുന്നു, പക്ഷേ അവസാന കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്ക് ദൈവവചനം പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇങ്ങനെ സംഭവിച്ചതാണ്. കാരണം എന്താണ്? മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയും മറ്റുള്ളവരെ കൊച്ചാക്കുകയും മറ്റുള്ളവരെ നിസ്സാര എന്ന് വയ്ക്കുകയും പറയുകയും ചെയ്യുന്ന മനസ്സുണ്ടോ, നിങ്ങളുടെ വിശ്വാസം ഒരു ഫലവും ഉണ്ടാക്കത്തില്ല. എന്നാൽ മറ്റുള്ളവരെ കരുതുകയും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ലേഖനങ്ങളിൽ, കേൾക്കുന്നവർക്ക് ആവശ്യം പോലെ ആത്മീയ വർധന ആകാത്ത വാക്കുകളൊന്നും പറയരുത്. നിങ്ങളുടെ വിശ്വാസം, ശരിയായ വിശ്വാസം നിങ്ങളിൽ ലഭിക്കുകയും ആ ശരിയായ വിശ്വാസം അതിൻ്റെ ശരിയായ ഫലം കാണിക്കുകയും ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയത്, ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. മറ്റുള്ളവരെ നമുക്ക് ദേഷ്യം വരുമ്പോൾ കർത്താവ് ദേഷ്യത്തിൻ്റെ ഒരു മോഡൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കർത്താവ് ദേഷ്യപ്പെട്ടത് എപ്പോഴാണ്? കർത്താവിനെ കുറ്റം പറഞ്ഞപ്പോഴോ, കർത്താവ് ഭൂതങ്ങളുടെ തലവനാണെന്ന് പറഞ്ഞപ്പോഴോ, ഇവൻ തച്ചൻ്റെ മോനാണെന്ന് പറഞ്ഞപ്പോഴോ, കർത്താവിനെ കൊച്ചാക്കിയപ്പോഴോ, കർത്താവിനെ വ്യക്തിഹത്യ നടത്തിയപ്പോഴോ, കർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴോ, കർത്താവിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യം വന്നപ്പോഴോ, കൊച്ചാക്കി സംസാരിച്ചപ്പോഴോ ഒന്നും കർത്താവ് ദേഷ്യപ്പെട്ടില്ല, ആരോടും ചൂടായുമില്ല. ഇതൊന്നും കർത്താവ് ദേഷ്യപ്പെടാനുള്ള കാരണമല്ലായിരുന്നു. കർത്താവിനെ കുറ്റം പറഞ്ഞപ്പോഴും വിമർശിച്ചപ്പോഴും കർത്താവിനെ ക്രൂശിക്കുമ്പം പോലും കർത്താവ് ദേഷ്യപ്പെടുന്നില്ല.
പിതാവേ ഇവർ ചെയ്യുന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന കർത്താവ് പറയുന്നത്. എവിടെയാണ് കർത്താവ് ദേഷ്യപ്പെട്ടത് ഒരു സോഷ്യൽ ഈവിളിന് നേരെയാണ്, അല്ലെങ്കിൽ ഒരു ദൈവിക വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ കാണിക്കുന്ന ഒരു കാര്യത്തിനാണ് കർത്താവ് ദേഷ്യപ്പെട്ടത്. പ്രാർത്ഥനാലയത്തെ കച്ചവടവൽക്കരണം ചെയ്ത് ഒരു വ്യവസായശാലയാക്കി മാറ്റിയപ്പോൾ അതിനെതിരെ കർത്താവ് ചാട്ടവാറെടുത്ത് ദേഷ്യം പ്രകടിപ്പിച്ചു. ആ ദേഷ്യം പ്രകടിപ്പിച്ചപ്പോൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒറ്റൊരാളെ വ്യക്തിഹത്യ നടത്തിയില്ല. ആരെയും കർത്താവ് വ്യക്തിഹത്യ നടത്തി അവരെ കൊച്ചാക്കി അവർ നാശങ്ങളാണെന്നോ വേണ്ടാതീന വർത്താനങ്ങളോ അവരെ ശപിക്കുകയോ ഒന്നും കർത്താവ് ചെയ്തില്ല. ഒരു കാര്യവും കർത്താവ് ചെയ്തില്ല. കർത്താവ് എന്താ ചെയ്തത്? കർത്താവ് ചെയ്തിട്ട് പറഞ്ഞു, ഈ സിസ്റ്റം നിങ്ങൾ കറപ്റ്റ് ചെയ്തു. ദൈവം ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റത്തെ നിങ്ങൾ മോശമാക്കി. കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയാണ് തെറ്റ്. അതിലാരെയും കർത്താവ് വ്യക്തിഹത്യ ചെയ്യാനോ അവരെ കുറ്റപ്പെടുത്താനോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് തപ്പി നീ അങ്ങനത്തവനാണ്, നീ ഒരു ടാക്സ് കളക്ടർ, നിങ്ങളൊക്കെ വൃത്തികെട്ടവന്മാർ എന്നൊന്നും പറഞ്ഞില്ല. പല ദൈവജനം പറയുന്ന മധുരകരമായ വാക്കുകളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളൊക്കെ ചിലപ്പോൾ കേൾക്കണം. ഇതൊന്നും ദൈവികമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എത്ര മോശമായ, ചിലപ്പം നല്ല ആരാധനയൊക്കെ കഴിഞ്ഞ് പാട്ടും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചില നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ കാണണം. അവരുടെ വിശ്വാസം കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് ക്രിസ്തീയ ദൈവരാജ്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്, ദൈവരാജ്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനൊരു കാര്യം പറയാം. നമ്മൾ വ്യക്തിത്വം നടത്തുന്നവരുണ്ടാകാം, കൊച്ചാക്കുന്നവരുണ്ടാക്കാം, നിസ്സാരമാക്കുന്നവരുണ്ടാകാം, നമ്മളെ ആരുമല്ലെന്ന് വരുത്തുന്നവരുണ്ടാകാം, നമ്മളുടെ ജീവിതത്തെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, നമ്മളെ മോശമാക്കുന്നവരുണ്ടാകാം, നമ്മളെ അപവാദം പറഞ്ഞ് താഴ്ത്തുന്നവരുണ്ടാകാം. ഇവരോടൊന്നും ദേഷ്യപ്പെടാനോ മറുപടി പറയാനോ പോകരുതെന്ന് നമ്മുടെ കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം കേട്ടിട്ട് ഒരു ചിരി പാസ്സാക്കി നമ്മളങ്ങ് പോയാൽ മതി. എന്നാൽ സമൂഹത്തിൽ നടക്കുന്ന സോഷ്യൽ ഈവിളിനെതിരെ, ദൈവരാജ്യത്തിൽ നടക്കുന്ന ഇതിനെല്ലാം നമുക്കതിനെ കോപിക്കാം. പക്ഷേ ആരെയും വ്യക്തിഹത്യ ചെയ്യാനോ ആരെയും കൊച്ചാക്കാനോ ആരെയും നിസ്സാരവൽക്കരിക്കാനോ നമ്മൾ ശ്രമിക്കരുത്. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ വിശ്വാസം ഫലമാകില്ല. എന്നാൽ എല്ലാവരെയും സ്നേഹിക്കുന്ന, കരുതുന്ന, ക്ഷമിക്കുന്ന, സഹിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? ആ മനസ്സിൽ നിങ്ങൾക്കൊരു ദൈവിക വിശ്വാസം നിങ്ങൾ പ്ലാന്റ് ചെയ്താൽ അതൊരു വലിയ വൃക്ഷമായി, വലിയ ഫലം നൽകുന്ന ഒരു വലിയ ചരിത്രമായി മാറ്റുവാൻ കഴിയും. അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ എല്ലാം പോട്ടെന്ന് വയ്ക്കുക, സാരമില്ല, അത് പോട്ടെ, അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതല്ലേ, അവരങ്ങനെ പറഞ്ഞു, നമ്മൾ കാര്യമാക്കണ്ട, അതൊക്കെ പോട്ടെ, അതൊക്കെ വിടുക, അതൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മളെപ്പറ്റി എന്ത് പറഞ്ഞാലും അതിനെതിരെ പ്രതികരിക്കാതെ, സ്തോത്രം, അത് അവർക്കറിയത്തില്ല, അത് അവരെ എന്തുകൊണ്ടോ പറയുന്നു, അത് അവരുടെ തെറ്റിദ്ധാരണയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുറ്റങ്ങളായിരിക്കാം, എനിക്കത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരിക്കാം, ഞാനത് ശരിയാക്കണം, ഞാൻ ശരിയാകും എന്നൊക്കെ പറയുന്നൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ലോകത്തെ മാറ്റുന്ന വിശ്വാസമായിരിക്കും, ലോക ചരിത്രങ്ങൾ ഉണ്ടാക്കുന്ന വിശ്വാസമായിരിക്കും. നിങ്ങളുടെ വിശ്വാസം മലകളെ നീക്കുന്ന വിശ്വാസമായിരിക്കും. നിങ്ങളുടെ വിശ്വാസം ചങ്കടലുകളെ പിളർത്തുന്ന വിശ്വാസമായിരിക്കും. നിങ്ങളുടെ വിശ്വാസം മരിച്ചവരെ ഉയർപ്പിക്കുന്ന വിശ്വാസമായിരിക്കും. നിങ്ങളുടെ വിശ്വാസം രോഗങ്ങളെ സൗഖ്യമാക്കുന്ന വിശ്വാസമായിരിക്കും. നിങ്ങളുടെ വിശ്വാസം ഒന്നുമില്ലാത്തിടത്തുനിന്ന് ഉള്ളതിനെപ്പോലെ വിളിച്ചു വരുത്തുന്ന അത്ഭുത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന വിശ്വാസമായിരിക്കും. ആ മനസ്സാണോ നിങ്ങളുടേത് എന്നൊന്ന് സ്വയം ശോധന ചെയ്ത് നോക്കിക്കേ. ഒന്ന് സ്വയം പരിശോധിച്ച് നോക്കിക്കേ. ഞാൻ എൻ്റെ സംസാരം, എൻ്റെ വാക്കുകൾ എങ്ങനെയാണ്, എൻ്റെ വായ എങ്ങനെയാണ്, എൻ്റെ മനോഭാവം എങ്ങനെയാണ്, മറ്റുള്ളവരോടുള്ള മനോഭാവം എങ്ങനെയാണ്, മറ്റു മനുഷ്യരെ ഞാൻ ഏത് രീതിയിലാണ് കാണും. ഒരിക്കലും ഒരു കുഞ്ഞ് ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ഒരു വാക്ക് പറഞ്ഞൊരു പാവപ്പെട്ട ഒരു സാധാരണക്കാരൻ എന്നപ്പോൾ പെട്ടെന്ന് ആ കൊച്ചു പറയുന്നൊരു വാക്കുണ്ട്, എത്ര വൃത്തികെട്ടവെന്ന്, ഒരു ഡിസ്കസ്റ്റിങ്, അങ്ങനൊരു വാക്ക് ആ കുഞ്ഞ് പറയും. ഞാനത് വല്ലാതായിപ്പോയി ആ സമയത്ത്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് വെളിയിൽ നിൽക്കുന്നത്. അവനൊരു മുഷിഞ്ഞ വസ്ത്രമായിരിക്കാം, അവന് നല്ല ഒരു ഭക്ഷണം കഴിച്ച് നല്ലൊരു ആഹാര വടിവൊന്നുമില്ലായിരിക്കാം. അവനെ നോക്കി പറയുക, അങ്ങനൊരു മനസ്സുണ്ടെങ്കിൽ, അങ്ങനൊരു മനസ്സാണ് ഒരു കുഞ്ഞിനെ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നതെങ്കിൽ ആ കുഞ്ഞ് ജീവിതത്തിൽ എവിടെയെങ്കിലും ചെന്ന് വലിയ പരാജയമായിരിക്കും നേടുന്നത്. നല്ലൊരു വിശ്വാസം ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ വളരാനോ നന്മകൾ പ്രാപിക്കാനോ കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സെങ്ങനെയുണ്ടെന്ന് ശോധന ചെയ്യുക. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. നമുക്കൊരു രൂപാന്തരം ആവശ്യമുണ്ട്. ചെറിയ പ്രസംഗമാണിത്. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ബൈബിൾ ക്ലാസ്സിലുണ്ട്, ചേരുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു.